പാചകവാതക പ്രതിസന്ധിയിൽ എസ്മ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ 5 സിലിണ്ടറിൽ കൂടുതൽ കൈവശം വച്ചാൽ നടപടി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരത് ലാൽ നമുക്കിപ്പം ഡൽഹിയിൽ നിന്നും ചേർന്നുണ്ട്. ശരത്ത്, നമുക്കറിയുന്ന പോലെ കോവിഡ് കാലമൊക്കെ വന്ന സമയത്ത് സാനിറ്റൈസറൊക്കെ ഇതുപോലെ അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സമാനമായ സ്ഥിതിയിലേക്ക് ഗ്യാസ് സിലിണ്ടറുകളും വരികയാണ്. അതെ, ഗുഡ് മോർണിംഗ് സെൽമി. അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പുലർച്ചയോടെയാണ് ഇത്തരം ഒരു നടപടി എടുത്തിരിക്കുന്നത്. കാരണം 1950 അവശ്യ വസ്തു നിയമമാണ് ഇപ്പോൾ അതായത് എസ്മയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകൾക്കും അതേപോലെ തന്നെ പാചകവാതക സിലിണ്ടറുകൾക്കും CNGക്കും അത് പെട്രോളിയം സെൻട്രിഫ്യൂഗൽ നാച്ചുറൽ ഗ്യാസുമാണ് ഇതൊരു ബാധകമായിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളുടെ വിതരണവും അതേപോലെ തന്നെ സ്റ്റോക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന് നേരിട്ട് തന്നെ ഇതുമൂലം ഇടപെടാൻ കഴിയും. പോലീസിന് ഇടപെടാൻ കഴിയും. 5ൽ കൂടുതൽ സിലിണ്ടറുകൾ, ഗാർഹിക സിലിണ്ടറുകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനും പിടിച്ചെടുക്കാനും കഴിയും. അതേപോലെ തന്നെ ഗാർഹിക സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ട് വാണിജ്യ ആവശ്യങ്ങൾ നടത്തുകയാണെങ്കിൽ എസ്മ പ്രയോഗിച്ച് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം എന്നതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ വാണിജ്യ സിലിണ്ടർ ഉപയോഗിക്കുന്നതിന് പകരം ഗാർഹിക സിലിണ്ടർ ഉപയോഗിച്ച വാണിജ്യ കച്ചവട സ്ഥാപനങ്ങൾക്കോ റെസ്റ്റോറൻറ്റുകൾക്കോ ഇതിന് തട്ടുകടകൾക്ക് പോലും ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല. പുതിയ നിയമപ്രകാരം പോലീസിനെ ഉടനടി നടപടിയെടുക്കാം. നേരത്തെയാണെങ്കിൽ പിഴ മാത്രമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് അവശ്യ വസ്തു നിയമപ്രകാരം 1955 അവശ്യ വസ്തു നിയമപ്രകാരം കർക്കശ കുറ്റമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം 4 ടയർ, അതായത് 4 തരത്തിലുള്ള തലങ്ങളായിട്ട് LPG ഉപഭോഗത്തെ തരംതിരിച്ചിട്ടുണ്ട് പുതിയ ഉത്തരവ് പ്രകാരം. അതിൽ പ്രധാനപ്പെട്ടത് LPG നൽകുന്നത് ഫാർമസ്യൂട്ടിക്കൽ, ആശുപത്രികൾ, അതേപോലെ തന്നെ മരുന്ന് ഉൽപ്പാദന കേന്ദ്രങ്ങൾ, അതേപോലെ ഊർജ മേഖല, പിന്നെ ഗാർഹിക മേഖല തുടങ്ങിയ 4 പ്രധാനപ്പെട്ട മേഖലകളിൽ മാത്രമാണ് LPG വിതരണം ഉണ്ടാകുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് പൂർണ്ണമായ നിരോധനത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് നമ്മൾ പറയേണ്ടി ലക്ഷ്മി. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രാബല്യത്തിൽ വരുത്തിയ എസ്മ കാരണം സംസ്ഥാന സർക്കാരിന് പൂത്തിവെഴുപ്പും അതേപോലെ തന്നെ അമിതമായ സിലിണ്ടറുകൾ ഉപഭോഗം തടയാൻ കഴിയും. അതേപോലെ വാണിജ്യ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നിടത്ത് ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്നത് പോലീസ് നടപടിയോടെ തടയാൻ കഴിയും. ഇത്തരമാണ് ഒരു അടിയന്തര ഘട്ടം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ എടുത്ത നടപടി. ശ്രീലക്ഷ്മി. ഓക്കെ, ശരി ശരത്ത്. നോക്കൂ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, എങ്കിലും ഒരു അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവശ്യ വസ്തുക്കളുടെ ഗണത്തിലൊക്കെ സിലിണ്ടറുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതായത് പശ്ചിമേഷ്യയിൽ ഇപ്പം നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഗ്യാസ് സിലിണ്ടറുടെ കാര്യത്തിലൊക്കെ ഇച്ചിരി നമ്മൾ കരുതലോടുകൂടി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഹോട്ടൽ ഉടമകളുടെ കാര്യത്തിൽ പറയേണ്ട, അവർക്ക് കടുത്ത നിയന്ത്രണമുണ്ട്. ഗാർഹിക സിലിണ്ടറുടെ കാര്യത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഹർദീപ് സിംഗ് പുരിയൊക്കെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയം ഇപ്പം നമ്മൾ സാധാരണ, എനിക്ക് തോന്നുന്നു ഇന്നിപ്പം വിളിച്ചു പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേനും സിലിണ്ടർ വരുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ നടക്കില്ല. ഇന്നിപ്പം വിളിച്ചു പറഞ്ഞാൽ 10-25 ദിവസം കഴിഞ്ഞിട്ടേ അടുത്തൊരു സിലിണ്ടർ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് മാത്രം, ഗാർഹിക വീട്ടിലെ ഗ്യാസ് മാത്രമേ ഉള്ളൂ, ഈ സിലിണ്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ളവർ കുറച്ച് നമുക്ക് പണ്ടത്തെ പോലെ കുറച്ച് വിറകൊക്കെ ശേഖരിച്ച് വെച്ചാൽ നമുക്ക് ഈ കുറേ സമയമെടുത്ത് വേകേണ്ട സാധനങ്ങൾ, ഇപ്പം അരി പോലുള്ള ചോറൊക്കെ വെക്കില്ല, അതൊക്കെ നമുക്ക് പുറത്ത് വീട്ടിൽ പുറത്ത് എന്താ പറയുക, അടുപ്പ് കൂട്ടി തീയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അതേപോലെ മറ്റേ നമ്മുടെ ഇൻഡക്ഷൻ ഉള്ളവർ അതൊക്കെ കൂടുതലൊന്നും ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം കുറച്ച് നാൾ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം.